ഇടുക്കി അടിമാലിയിൽ ദേശീയപാത നിർമ്മാണത്തിലെ നിയന്ത്രണത്തിൽ പ്രതിഷേധം. ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കുകയാണ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, എന്തുകൊണ്ടായിരുന്നു നിയന്ത്രണത്തിൽ എന്താണ് പ്രതിഷേധക്കാരുടെ പരാതി? ദേശീയപാത 85 നേരിമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അത്തരം നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഈ പ്രദേശം വനമേഖലയാണ് എന്ന് കാട്ടിക്കൊണ്ട് സർക്കാർ തെറ്റായി സത്യവാങ്മൂലം നൽകിയതാണ് കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കാൻ കാരണമെന്നാണ് പൊതുവിൽ ഹൈറേഞ്ചിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തിരുത്തി ആ ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതുമാണ്. എന്നാൽ ആ നിലയ്ക്ക് ഒരു സത്യവാങ്മൂലം ഈ ദേശീയപാത നിർമ്മാണം നടത്തുന്ന പ്രദേശം വനമല്ല എന്ന് കാണിക്കുന്ന തിരുത്തൽ സത്യവാങ്മൂലം സർക്കാർ ഇതേവരെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ ഈ ദേശീയപാത 85 നിർമ്മാണം അനന്തമായി നീണ്ടുപോകുന്ന ന്യായം കൂടിയില്ലേ? അവര് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ് ആ തരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ യാത്ര കൂടി ദുരിതത്തിലാവുന്നത്. പ്രത്യേകിച്ച് മഴ സമയത്ത് അവർ അനുഭവിക്കുന്ന ദുരിതം നമ്മളും കണ്ടതാണല്ലോ. തീർച്ചയായും വലിയ ജനകീയ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസം വിവിധങ്ങളായ സമര പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. എന്നാൽ സർക്കാർ ഇതിൽ വിശദീകരിക്കുന്ന ഏറ്റവും ഉടനടി തന്നെ ഹൈക്കോടതിയിൽ ഈ പ്രദേശം വനമേഖലയല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം നൽകും എന്നുള്ളതാണ്. എന്നാൽ പലതവണയും ഇതേ കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതിന്റെ പിന്നിൽ വനം വകുപ്പിലെ ഉന്നതരടക്കം ഉള്ളവരുടെ പങ്കുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ജനകീയമായിട്ട് ഇവിടെ ചേർന്നിട്ടുള്ള ഈ ദേശീയപാത സംരക്ഷണ സമിതിയുടെ ഉദ്ദേശം. ഏതായാലും ദേശീയപാത ഉപരോധം എന്നുള്ള സമരമാർഗത്തിലേക്ക് അല്പനേരം മുമ്പാണ് ഇവർ കടന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം നേരം ദേശീയപാത ഉപരോധിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. തുടർന്ന് വലിയ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി പോലീസ് എത്തിയപ്പോൾ അവരുമായി ഈ സമരപ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യം അടക്കമുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഈ പ്രവർത്തകരെ പ്രതിഷേധവുമായി എത്തിയവരെ മാറ്റിയിട്ടുണ്ട്. എന്നാലും അല്പം കുറച്ചുപേർ ഇവിടെ ഇപ്പോഴും തമ്പടിച്ചു നിന്ന് പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസും ഈ സമരവുമായി എത്തിയ ആളുകളും ജനകീയ സംരക്ഷണ സമിതി നേതൃത്വത്തിലാണ് ദേശീയപാത ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണുള്ളത്. പോലീസിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളികളോടുകൂടി ഈ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് ഈ ജനകീയ സമിതിയുടെ നേതാക്കളും പ്രവർത്തകരും എന്നുള്ളതാണ്. ഏതായാലും ഈ ഏറ്റവും വേഗത്തിൽ തന്നെ നാളെ ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നാളെ കേസ് പരിഗണിക്കുമ്പോൾ ഈ പ്രദേശം നേരിമംഗലം മുതൽ അടിമാലി വരെ നീളുന്ന ദേശീയപാത 85 നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശം വനമല്ല എന്നുള്ള സത്യവാങ്മൂലം കൃത്യമായി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന മുന്നറിയിപ്പാണ് ഈ സമരത്തിലൂടെ ജനകീയ സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ധന്യ. ശരി ആഷിഖ്.